ഹലോ ഗൈസ്, ക്രാഫ്റ്റ് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വിൻറ്റേജ് ബുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു മെത്തേഡാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലോട്ട് പോകും. അതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കണ് കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിനാവശ്യം ഇതുപോലെ പേപ്പർ ഒന്ന് ടീ ഡൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ലേശം വെള്ളത്തിൽ കാപ്പിപ്പൊടി ഇട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിലിതുപോലെ പേപ്പറൊക്കെ ഒന്ന് മുക്കിയെടുത്ത് ഒന്ന് ഉണക്കാൻ വെക്കാം. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് ഇതിൻ്റെ ചട്ടയുടെ പണി നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ജീൻസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൽ ഇതുപോലെ നമ്മുടെ ചട്ടക്ക് ഭാഗത്തെ 2 കാർബണിൻ്റെ പീസ് വെക്കുക. എന്നിട്ട് അത് ഈ ജീൻസിലൊന്ന് ഒട്ടിച്ചെടുക്കാം നമുക്ക്. ഞങ്ങളിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിതോടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഈ എക്സ്ട്രാ വരുന്ന ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതുപോലെ നമുക്ക് അകത്തേക്ക് മടക്കി വെക്കാൻ ഉള്ള പീസ് നിർത്തിയതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ സാധാ ഒരു പുസ്തകം പൊതിയുന്നത് പോലെ ചട്ടയൊന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പറൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പേപ്പറിൻ്റെ എല്ലാ ഒരു ഭാഗവും ഇതുപോലെ നമുക്കിങ്ങനെ കീറി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ കീറി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെല്ലാ പീസും ഇതുപോലെ ചെറുപറ കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പേപ്പർ ഒന്ന് ചുളുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, എല്ലാ പേപ്പറും ഒന്ന് ചുളുക്കി കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു വിൻറ്റേജ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മളിതുപോലെ 3 പാർട്ടാക്കിയിട്ടുണ്ട് പേജുകൾ. നമ്മളിതിലെ ഒരു പാർട്ട് മാത്രം എടുത്ത് അതിലെല്ലാ പേജുകളും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോ പേജിന് മുകളിലായിട്ട് ഓരോന്നിങ്ങനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മറ്റേ 2 പാർട്ടും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ ഒരു പേപ്പറുകളൊക്കെ ഇതിൽ ഈ ചട്ടയിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂ വെച്ച് കൊടുക്കാം. നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു പേപ്പറും അതുപോലെ അവസാനത്തിലുള്ള ആ ഒരു പേപ്പറും ഈ ചട്ടയിലൊക്കെ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലൊരു ചെറിയ ഡെക്കറേഷൻ വർക്ക് ചെയ്യാം. അപ്പോൾ ഡെക്കറേഷൻ വർക്കൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ സിമ്പിളായിട്ടൊരു വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതുകൂടി ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവും.